രാവിലെ നിങ്ങളെ ഒരു കാഴ്ച കാണിക്കാനുണ്ട്. കാരണം നമ്മൾ വളരുമ്പോൾ മതിലുകൾ വന്ന് നിൽക്കും. പക്ഷേ ആ മതിലിനെ എങ്ങനെ ജയിക്കണം, എന്തിനാണ് മതിൽ, ആരാണ് മതിൽ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാൻ രാവിലെ. ചിലതൊന്നും നമ്മളെ വളരാൻ സമ്മതിക്കത്തില്ല. അപ്പം ഇന്ന് ചെടിയിലൂടെ ചില കാര്യങ്ങൾ നാച്ചുറലായിട്ട് ഞാൻ പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ട ചില കാഴ്ചകൾ എൻ്റെ ബാൽക്കണിയിൽ നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മൾ നട്ട പാവലാണ്. പാവൽ വളർന്നു, അതിൽ ശരിക്ക് കായുണ്ടായി. നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 പിന്നെ മേളിൽ വന്നിട്ടുണ്ട് 10. ഓക്കെ, പിന്നെ മേളിൽ ഇങ്ങനെ ചെറുത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേലോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയാണ്. അപ്പം ഞാൻ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. വെള്ളം ഒഴിക്കാനൊന്നും നമ്മൾ ലോക്ക് ചെയ്തിട്ട് പോകുമ്പോൾ വെള്ളം ഒഴിക്കാൻ ആരുമില്ല. ആ ചൂടിൽ പാവലിൽ പ്രത്യേകിച്ച് വെള്ളം ആവശ്യമാണ്. വെള്ളം ഒഴിക്കാതിരുന്നപ്പോൾ തിരിച്ച് ഞാൻ വന്നാൽ ആദ്യം നോക്കുന്നത് ചെടികളെയാണ്. അവർക്ക് വെള്ളം പെട്ടെന്ന് കൊണ്ടു കൊടുക്കണം. തുറന്നു നോക്കുന്നതും ഇവിടെ കരിഞ്ഞു നിൽക്കുന്നു. ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. സോ ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാനതൊന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. ഇത് കാണാൻ ഒരു വൃത്തിയുമില്ല അല്ലേ? കാരണം ഇതുപോലെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും. നമ്മൾ വളർന്ന് നല്ല ഫ്ലറിഷായിട്ട് നിൽക്കുമ്പോൾ ചിലതൊക്കെ നമ്മുടെ കൂടെ വളരും. അത് നമുക്ക് ചിലപ്പോൾ ഒരു നിന്ദാപാത്രമാകും. കാരണം പിന്നെ ഞാൻ ഇന്ന് രാവിലെ വിഷമിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഒരു ചെടിക്കകത്ത് ഇങ്ങനെ കരിയുന്നത്? എന്ത് പറ്റിയതാണ്? ഇതിൻ്റെ വള്ളി വല്ലതും വിട്ടുപോയതാണോ? കാരണം ബാക്കിയെല്ലാം നല്ലതായിട്ട് നിൽക്കുന്നു. ഇന്ന് രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്നത് ഇതാണ് ഒറിജിനൽ സാധനം. അതിൻ്റെ ബാക്കിലൂടെ ഒരാളിങ്ങനെ വളർന്നു വരുന്നുണ്ട്. ഇദ്ദേഹമാണ് ഈ പ്രശ്നത്തിന് കാരണമായത്. അതും ഇതിൻ്റെ കൂടെ ചേർന്നങ്ങ് പോയി. നമ്മൾ അറിഞ്ഞില്ല, പോട്ടേന്ന് വിചാരിച്ചു. ഇതുപോലെയാണ് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും. ജഡം നമുക്ക് എപ്പോഴും എതിരാണ്. ചില വ്യക്തികൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയത്തില്ല. വളരെ വിവേചനത്തിൻ്റെ ബുദ്ധി ഉണ്ടായിരിക്കണം. അതാണ് കരിഞ്ഞത് വെള്ളം കിട്ടാതായപ്പം. ഇത് വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ചട്ടിക്കകത്ത്. അതുകൊണ്ട് അത് നിന്നു. മറ്റേത് പെട്ടെന്ന് കരിഞ്ഞു പോയി. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും. വളരെ വിഷ്ടത്തോടുകൂടി നമ്മൾ പോയില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. അതിനെയൊക്കെ നമ്മൾ പറിച്ച് അങ്ങ് എറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ, അതിനെ വേരോടെ അങ്ങ് പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇത് പറിച്ച് കളയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ വിളവെടുക്കുന്ന സമയമാണ്. ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്കായി ഇന്ന് പറിക്കും നമ്മൾ. ഇത് രണ്ടും നമ്മൾ പറിക്കും ഇന്ന്. ഓക്കെ, സോ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് എവരിവൺ.